അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരുപാട് നല്ല സ്വഭാവങ്ങൾ പലതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചതാണ്. പല നല്ല സ്വഭാവങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയതാണ്. അതൊക്കെയും ഉള്ളവനായി ഒരു മുഅ്മിൻ ജീവിക്കുമ്പോഴാണ് അവന്റെ ആ ജീവിതത്തിൽ ഈമാനിന്റെ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുക. ഈ ദ്വേഷത്തിനെ കുറിച്ച് നാം പറഞ്ഞു, അതൊരു മനുഷ്യന്റെ മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാകേണ്ടതല്ല. അതുപോലെ മറ്റൊരു നല്ല സ്വഭാവമാണ് എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നത്. മുഅ്മിനിന്റെ ഓരോ സെക്കൻഡുകൾക്കും അല്ലാഹുവിന്റെ അടുത്ത് ചോദ്യമുണ്ട്. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും വിവാഹങ്ങൾ പഠിപ്പിച്ച നാലാഖിറത്തിലെത്തുമ്പോ നീ വെച്ച കാല് വെച്ച സ്ഥലത്തിൽ നിന്നിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് നീക്കി വെക്കണമെങ്കിൽ 5 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കും. അതിലൊരു കാര്യമാണ് നിന്റെ ആയുസ്സിനെ കുറിച്ച് അതോ ചോദിക്കും. ആ ആയുസ് എന്തിനൊക്കെ നീ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോ ഒരു 60 കൊല്ലം ജീവിച്ച മനുഷ്യനാണെങ്കിൽ 60 കൊല്ലത്തിന്റെ ഓരോ സെക്കൻഡുകളെ കുറിച്ചും അല്ലാഹു തആല അവനോട് ചോദ്യം ചെയ്യുന്നു. അപ്പോ എല്ലാവിധ അനാവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു അവസ്ഥ വരുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു മാറുക എന്നത്, അകന്നു നിൽക്കുക എന്നത് ഒരു മുഅ്മിൻ പാലിക്കേണ്ട ഏറ്റവും വലിയ വിഷയമാണ്. എല്ലാവിധ അനാവശ്യം, വാക്കുകൊണ്ടുള്ള അനാവശ്യമായെങ്കിൽ, കാഴ്ച കൊണ്ടുള്ള അനാവശ്യങ്ങൾ, പ്രവൃത്തി കൊണ്ടുള്ള അനാവശ്യങ്ങൾ, സമ്പത്ത് കൊണ്ട് അനാവശ്യങ്ങൾ, എല്ലാത്തിനും ലഹവുണ്ട്. അനാവശ്യങ്ങളിൽ നിന്നിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ തിരിഞ്ഞു കളയുന്നവനാണ്. കളിയാണെങ്കിലും ഏത് കളിയാണെങ്കിലും അനാവശ്യമാണോ അതിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു നിൽക്കേണ്ടവനാണ് മനുഷ്യൻ. മഴ വരുന്ന സമയത്ത് നല്ലൊരു കളി നടക്കുന്നുണ്ട്. അപ്പൊ ആ കളി കാണുമ്പോ ഒരു 5 മിനിറ്റ് നമ്മൾ നോക്കാം, അത് പാടില്ല. കണ്ണുകൊണ്ട് കാണുന്ന അനാവശ്യമാണ്. ഗ്രൗണ്ടിൽ കളിക്കുന്നവർ തടി കൊണ്ട് അനാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് അനാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ചെലവഴിച്ചാൽ അള്ളാന്റെ അടുത്ത് നാം അത് മറുപടി പറയേണ്ടി വരും. മഹാനായ സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു കൂട്ടം ഒരു ചെറുപ്പക്കാരൻ ഭയങ്കരമായ കളിയിലാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു വാഹനത്തിന്റെ പുറത്തേക്ക് വരാണ്. കുതിരയോട് എന്തോ വാഹനപ്പുറത്തിന് ഇങ്ങനെ വരുമ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഭയങ്കരമായി കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കളിയാണ്, ഇന്നത്തെ കളിയല്ല. ഇന്നിപ്പോ അവിടുത്തെ മറക്കാതെ ഉള്ള ഒരു കളിയാണ്. ചട്ടിയറിയിട്ടിട്ട് മുട്ടിന്റെ മുകളിൽ അവിടുത്തെ ഒഴിവാക്കിയിട്ടുള്ള കളിയാണ്. ഏതായാലും അള്ളാഹിന്റെ അടുത്ത് എനിക്കുള്ള മറുപടി പറയേണ്ടി വരും. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇങ്ങനെ ഒരു വാഹനപ്പുറത്തിൽ വരുമ്പോ ഒരുപാട് ചെറുപ്പക്കാർ ഭയങ്കരമായ കളിയാണ്. ആ കളി നടക്കുന്ന സ്ഥലമെത്തുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടുന്നതാണ്. കാരണം അവിടെ കുറച്ച് സ്ലോ ആയി പോകണ്ട. സ്ലോ ആകുമ്പോൾ കണ്ടുകൊണ്ട് ചിലപ്പോ കളി കണ്ടുപോയാലോ അതിനെ നോക്കി പോയാലോ അങ്ങനെ ഭയങ്കര സ്പീഡിൽ പോയി. അത് ആ വിവരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ഒരു ഡോക്ടറേറ്റ് പദവി കൊടുത്തു, ഒരു പേര് കൊടുത്തു. എന്താ? ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദ് ലകരീമ, കരീം എന്നൊരു പേര് കൊടുത്തു.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഇന്നലെ ചെയ്ത ആ പ്രവൃത്തി കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അയാൾ ഒരു കരീമായി പോയി. അള്ളാഹിന്റെ അടുത്ത് വലിയൊരു മാന്യൻ എന്നൊരു വലിയ ഒരു പേര് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവർക്ക് ഹബീബായ ഞങ്ങൾ കൊടുത്തു. എന്താണ് ഇത്? അനാവശ്യങ്ങൾ കാണുമ്പോ അതിനെന്റെ കണ്ണോ എന്റെ മനസ്സോ എന്റെ ശരീരമോ അതിൽ അകന്നു പോകരുത് എന്ന ചിന്തയോടെ കുറച്ച് സ്പീഡ് പോയതാണ്. ഇസ്ലാം ഒരിക്കലും കളിക്കതിരല്ല. പക്ഷെ ഏത് കളിയാണെങ്കിലും ആ കളികൾ അനാവശ്യമായി കൂടാത്തതാണ്. അതിലൊക്കെയും നല്ല നെയ്യത്തുണ്ടായാൽ കളികളെയും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ അൽ അംബിയ എന്നൊരു സബ്ജക്ട്, പ്രവാചകന്മാർ എന്നൊരു സബ്ജക്ട് ബുഖാരിയിൽ. അതിലൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ തോട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ കയ്യില് അമ്പും പിടിച്ചിട്ട് ഒരു മരം ലക്ഷ്യമാക്കിയിട്ട് ടാർഗറ്റ് ആക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും അമ്പ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു കളിയാണ്, ഒരു പന്തയാണ്, അമ്പെയ്ത്ത് മത്സരം പറഞ്ഞു. ഒരു തോട്ടത്തിലൂടെ റസൂൽ പോകുമ്പോ ഒരുപാട് സ്വഹാബത്ത് ഇങ്ങനെ ഒരു മരം ടാർഗറ്റ് ആക്കിയിട്ട് ഇങ്ങനെ അമ്പ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂൽ വരുമ്പോ അവരെന്താക്കി, അവരവരുടെ കയ്യിലുള്ള അമ്പ് നല്ല താഴ്ത്തി ഇങ്ങനെ വെച്ച് റസൂലിനെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല തായങ്ങൾ വെച്ചിട്ടാകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇമാം ബുഖാരിയുടെ ഹദീസ്, ആ അമ്പ് ഒളിപ്പിച്ചു വെച്ച സ്വഹാബത്തിനോട് നിങ്ങൾ പറഞ്ഞു ഇരുമോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത് എറിഞ്ഞോടി എന്ന് പറഞ്ഞു, ഇങ്ങനെ കളിച്ചോടി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫഇന്ന അബാകും കാന റാമിയാ, നിങ്ങളുടെ വാപ്പയായ സയ്യിദുനാ ഇസ്മായിൽ റളിയല്ലാഹു അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കാന റാമിയാ, അയാൾ വലിയൊരു അമ്പെയ്ത്തുകാരനായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം പ്രവാചകനാണ്, നബിയാണ്. ആ മഹാനവറുകൾ വലിയ അമ്പെയ്ത്തിന് ഭയങ്കര ഉഷാറായിരുന്നു. അപ്പോ നിങ്ങളുടെ ഉപ്പാപ്പന്റെ കളിയാണത്, അതുകൊണ്ട് കളിച്ചോളി. എല്ലാ കളിക്കും ഇസ്ലാം ഇതിലല്ല. ഇസ്ലാമിന്റെ നേട്ടമുള്ള നമുക്ക് അള്ളാഹുവിന്റെ ചിന്തയെ നമ്മിൽ നിന്ന് ഇല്ലാതെ ആക്കാത്ത ഒരുപാട് കളികളുണ്ട്. അതൊക്കെയും പറ്റും, അല്ലാത്തത് മുഴുവനും അനാവശ്യങ്ങളാണ്. ആ അനാവശ്യങ്ങളിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു മാറുക, അകന്നു നിൽക്കുക ഒരു മുമ്പിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവമാണ്. നമ്മുടെ എല്ലാ മണിക്കൂറുകളും ഓരോ സെക്കൻഡുകളും നാം പ്രത്യേകം ഗവനിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടാം. അള്ളാഹു നമുക്ക് ആ രൂപത്തിൽ നമ്മുടെ സമയങ്ങൾ മുഴുവൻ അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള സമയങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. ഒരുപാട് ഐശ്വര്യകാലങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി പഠിച്ചോനെ. ഇവിടെ ആരും ചെറിയ പ്രായക്കാരില്ല, എല്ലാവരും 30, 40, 50 കഴിഞ്ഞവരാണ്. നമുക്ക് ഇന്നവരെ നമ്മുടെ ആയുസ് ഇന്നലത്തെ ദിവസത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, മറന്നുപോയിട്ടുണ്ടാവും. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ കൊല്ലങ്ങളിൽ നാം എന്തൊക്കെ ചെയ്തു പടച്ചവനെ, അതിൽ പല അനാവശ്യങ്ങളും ഉണ്ടാകാം. ആഖിറത്തിലേക്ക് നീക്കി വെക്കല്ലേ റബ്ബേ. നിന്റെ മുന്നിൽ ഹിസാബ് ചെയ്യാൻ ഞങ്ങളെ നിർത്തിയാൽ അല്ലാഹ് ഞങ്ങൾ തോറ്റുപോകും. അല്ലാഹ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം 200 കൊല്ലക്കാലം നിന്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് മഹ്ശറയുടെ ഭൂമിയിൽ വിറച്ചു നിൽക്കുമെന്ന ഹദീസിൽ കാണാം. പ്രവാചകന്മാരുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പടച്ചോനെ, നിന്റെ മുന്നിൽ, നിന്റെ ഹിസാബിന്റെ മുന്നിൽ ഞങ്ങൾ പതറിപ്പോകും. അതുകൊണ്ട് അല്ലാഹ് ഹിസാബില്ലാതെ നിന്റെ ഫദ്ൽ കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് എത്തിച്ചു തരണേ. അല്ലാഹ് സ്വർഗത്തിലേക്ക് എത്തിച്ചു തരണേ റബ്ബേ. നമ്മുടെ ഓരോ സമയങ്ങൾ, ഇനിയുള്ള ആയുസ്സുകാലങ്ങളുടെ സമയങ്ങൾ മുഴുവനും നിന്റെ പൊരുത്തത്തിലാക്കി മാറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ നമ്മുടെ ഉമ്മമാരിൽ പലരും, ഉപ്പമാരിൽ പലരും, കുടുംബക്കാരിൽ പലരും യാ അല്ലാഹ് ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിച്ച് മരിച്ചവരാണ്.
അല്ലാഹ് അവരുടെ ഹിസാബ് നീ എളുപ്പമാക്കണേ റബ്ബേ. അവർക്കും നീ പൊറുക്കണേ അല്ലാഹ്. നിന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരാണ്. എല്ലാവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ബേജാറുകൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. റബ്ബേ, ഒരുപാട് ഇത്ര ചെറുപ്പക്കാർ ഈ പുതിയ ഒരു വർഷം കഴിഞ്ഞ് കടന്നു വന്നതിന് ശേഷം എത്ര ചെറുപ്പക്കാർ നമ്മുടെ നാടിന്റെ പരിസര ഭാഗങ്ങളിൽ മരിച്ചുപോയി. പടച്ചോനെ, എത്ര പ്രായമുള്ളവർ, എത്ര സ്വാലിഹീങ്ങൾ, എത്ര ആലിമീങ്ങൾ, എത്ര ഉമ്മമാർ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. എല്ലാവരുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم.